പ്രിയപ്പെട്ടവരെ, മനുഷ്യർ എന്തിനാണ് പരസ്പരം കെട്ടിപ്പിടിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹം തോന്നുമ്പോൾ, വലിയ സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ ആശ്വസിപ്പിക്കാനൊക്കെയാണ് നമ്മൾ സാധാരണയായി കെട്ടിപ്പിടിക്കുന്നത്. അതൊരു വളരെ ലളിതമായ മനുഷ്യ സഹജമായ കാര്യമാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ ക്യാമറകൾക്ക് മുന്നിൽ നടക്കുന്ന ഒരു കെട്ടിപ്പിടുത്തം വെറുമൊരു സ്നേഹപ്രകടനമല്ല. അതിൽ വലിയ ചരിത്രമുണ്ട്, ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഏത് ശരീരത്തെയാണ്, ഏത് ആശയത്തെയാണ് നമ്മൾ കെട്ടിപ്പിടിക്കുന്നത് എന്നും ആരെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത് എന്നും തീരുമാനിക്കുന്നത് ആ കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്നായ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും അവരുടെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ചില കെട്ടിപ്പിടുത്തങ്ങളെക്കുറിച്ചുമുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയൊരു ചർച്ച നടന്നു. ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന വീഡിയോ കോൺഗ്രസ് പാർട്ടി തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നു. എന്താണ് ഈ ഇന്ത്യ മുന്നണി? BJPയെയും അവരുടെ തെറ്റായ നയങ്ങളെയും എതിർക്കാൻ വേണ്ടി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു വലിയ കൂട്ടായ്മയാണത്. ഈ ഒരു യോഗത്തിൽ വച്ചാണ് രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ച ചില ആരോപണങ്ങൾക്ക് CPM പ്രതിനിധി മറുപടി ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്: രാഷ്ട്രീയ എതിരാളിയായ പിണറായി വിജയനെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ സാധിക്കില്ല. പിണറായി വിജയനുമായി താൻ രാഷ്ട്രീയ പോരാട്ടത്തിലാണെന്നും അതുകൊണ്ട് കെട്ടിപ്പിടിക്കില്ല എന്നുമാണ് രാഹുൽ പറഞ്ഞത്. ഈ മറുപടി കേട്ടപ്പോൾ അതൊരു വലിയ മാസ് ഡയലോഗ് ആണെന്ന് കരുതി കോൺഗ്രസ് സൈബർ പേജുകൾ വലിയ രീതിയിൽ ആഘോഷിക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട വളരെ ലളിതമായൊരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു യോഗം വിളിച്ചു ചേർത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ അടച്ചിട്ട മുറിയിൽ നടന്ന യോഗത്തിലെ വിവരങ്ങൾ ഇങ്ങനെ പുറത്തുവിടുന്നത് മുന്നണിയിലുള്ള മറ്റു പാർട്ടികളോട് കാണിക്കുന്ന എന്ത് തരം മര്യാദയാണെന്ന് സത്യത്തിൽ മനസ്സിലാകുന്നില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹത്തിന് രാഷ്ട്രീയ എതിരാളിയായ പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ല എന്നാണ്. ഇതേ രാഹുൽ ഗാന്ധി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2018 ഇന്ത്യൻ പാർലമെൻറ്റിൽ വച്ച് ഒരാളെ നടന്നു ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ചിത്രമുണ്ട്. അത് ആരെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചിത്രം തന്നെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ. അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്, നിങ്ങൾക്കെന്നെ പപ്പു എന്ന് വിളിക്കാം, പക്ഷേ ഞാൻ നിങ്ങളെ വെറുക്കുന്നില്ല എന്നാണ്. നരേന്ദ്രമോദിയെ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഒരു മടിയുമില്ലായിരുന്നു. ഇതിനർത്ഥം നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിൻ്റെയോ രാഷ്ട്രീയ എതിരാളി അല്ല എന്നാണോ? ഇന്ത്യയിലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും കോർപ്പറേറ്റുകൾക്ക് നാട് തീരെഴുതി കൊടുക്കുകയും ചെയ്യുന്നു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന നരേന്ദ്രമോദിയെ പാർലമെൻറ്റിൽ പോയി കെട്ടിപ്പിടിക്കാൻ രാഹുലിന് യാതൊരു മടിയുമില്ല. എന്നാൽ ഇതേ ഫാസിസത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്തുതരം രാഷ്ട്രീയമാണ്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ്. ഇനി ഇതിന് പകരം കേരളം കണ്ട മറ്റൊരു മനോഹരമായ ആലിംഗനത്തെക്കുറിച്ച് പറയാം. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് സംഭവം. 90 വയസ്സിനോടടുക്കുന്ന ജമ്മു കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ ഫാറൂഖ് അബ്ദുള്ള കേരളത്തിൽ വന്നു. അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ചു. എന്തിനായിരുന്നു ആ കെട്ടിപ്പിടുത്തം? ജമ്മു കാശ്മീരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ ദുരവസ്ഥ അദ്ദേഹം വികാരനിർഭരമായി പങ്കുവച്ചു. എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണുന്ന കേരളത്തിൻ്റെ മതനിരപേക്ഷ വികസന മാതൃകയെ അദ്ദേഹം ഒരുപാട് പ്രശംസിച്ചു. പ്രസംഗം കഴിഞ്ഞ ഉടനെ അദ്ദേഹം പിണറായി വിജയനെ ആലിംഗനം ചെയ്തു. ഇത് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു വലിയ സത്യമാണ്. രാഷ്ട്രീയ എതിരാളി ആരാണെന്നും ശരിയായ രാഷ്ട്രീയ ബന്ധു ആരാണെന്നും മനസ്സിലാക്കുന്ന മനുഷ്യർ പരസ്പരം ആലിംഗനം ചെയ്യും. ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് അവരുടെ സ്വന്തം ചരിത്രം പോലും ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. ഇന്ദിരാഗാന്ധിക്കും ജവഹർലാൽ നെഹ്റുവിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഉണ്ടായിരുന്ന സമീപനം എന്തായിരുന്നു എന്ന് ഇന്നത്തെ നേതാക്കൾ പഠിക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ വളരെ പ്രശസ്തമായ മറ്റൊരു ആലിംഗനമുണ്ട്. 1983 ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വച്ച് ചേരിചേരാ രാജ്യങ്ങളുടെ വലിയൊരു ഉച്ചകോടി നടന്നു. ആ വേദിയിൽ വച്ച് ലോകപ്രശസ്തനായ ക്യൂബൻ വിപ്ലവ നായകൻ ഫിദൽ കാസ്ട്രോ നമ്മുടെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു. അതൊരു ചെറിയ കാര്യമായിരുന്നില്ല. ക്യൂബയും ഇന്ത്യയും ഒരേ രാഷ്ട്രീയ ചിന്താഗതിയുള്ള രാജ്യങ്ങൾ ആയിരുന്നില്ല. മാത്രമല്ല, അന്ന് ഇന്ദിരാഗാന്ധിയുടെ ആഭ്യന്തര നയങ്ങളോടും അടിയന്തരാവസ്ഥയോടും
ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഫിദൽ കാസ്ട്രോ ഇന്ദിരാഗാന്ധിയെ കെട്ടിപ്പിടിച്ചത്? അമേരിക്കയെ പോലുള്ള വൻ ശക്തികൾ ലോകത്തെ വിഴുങ്ങാൻ നോക്കുമ്പോൾ അതിനെതിരെ മൂന്നാം ലോക രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന വലിയ സന്ദേശമായിരുന്നു അത്. സാമ്രാജ്യത്വത്തിന് എതിരെയുള്ള പോരാട്ടങ്ങളുടെ വലിയൊരു ഐക്യദാർഢ്യമായിരുന്നു ആ ആലിംഗനം. പരസ്പരം രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടാകുമ്പോഴും രാജ്യത്തിൻ്റെ വലിയ ശത്രുക്കൾക്കെതിരെ യോജിച്ചു നിൽക്കാൻ അന്നത്തെ നേതാക്കൾക്ക് അറിയാമായിരുന്നു. ഫിദൽ കാസ്ട്രോ ഇന്ദിരാഗാന്ധിയെ കെട്ടിപ്പിടിച്ചത് സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയുടെ ഐക്യത്തിൻ്റെ ചിത്രമായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കൂടിപ്പോയാൽ 4-5 വയസ്സ് കാണാം. അന്ന് രാഹുൽ ഗാന്ധിക്ക് അറിവായിരുന്നു എങ്കിൽ തീർച്ചയായും രാഹുൽ ഗാന്ധി ഈ സംഭവത്തെ എതിർത്തേനെ എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നെഹ്റുവിൻ്റെ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ രാഷ്ട്രീയമായി നെഹ്റു എതിർത്തിരുന്നു. എന്നാൽ ഇന്ത്യ എന്ന വലിയ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള വലിയ പങ്കിനെ അദ്ദേഹം ബഹുമാനിച്ചിരുന്നു. തങ്ങളുടെ യഥാർത്ഥ ശത്രു ആരാണെന്ന് പഴയ കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. മോദിയെ കെട്ടിപ്പിടിക്കുന്നതിനെ ചില ആളുകൾ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമെന്നും വെറുപ്പിനെതിരെ മാനുഷികത എന്നുമൊക്കെ വലിയ വാക്കുകളിൽ ന്യായീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ മുഖം എന്താണ്? കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടത്തേണ്ട ഒരു സമയത്ത് മോദിയെപ്പോലെ ഒരാളെ പോയി കെട്ടിപ്പിടിക്കുന്നത് വഴി ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ശക്തി ചോർന്നു പോവുകയാണ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി മോദിയെ കെട്ടിപ്പിടിക്കുമ്പോൾ അത് ഫാസിസത്തോടുള്ള കോൺഗ്രസിൻ്റെ വിട്ടുവീഴ്ചയാണ് കാണിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കുന്ന വർഗീയ രാഷ്ട്രീയത്തെ വെറുമൊരു എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല എന്ന ഡയലോഗ് കൊണ്ട് നേരിടാൻ കഴിയില്ല. ജനങ്ങളെ ദ്രോഹിക്കുന്ന നയങ്ങളോട് എളുപ്പത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇവർക്ക് സാധിക്കും. എന്നാൽ രാഹുൽ പിണറായിയെ കെട്ടിപ്പിടിക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കോർപ്പറേറ്റുകൾക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ കൃത്യമായ ഒരു ബദൽ കാണിച്ചു തരുന്ന ഇടതുപക്ഷത്തോട് കോൺഗ്രസിനുള്ള ശത്രുതയാണത്. യഥാർത്ഥ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള വലതുപക്ഷത്തിൻ്റെ ഭയവും അസഹിഷ്ണുതയുമാണ് ഇവിടെ പുറത്തു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം കൃത്യമായി മനസ്സിലാക്കണം. ഫാസിസത്തെയും കോർപ്പറേറ്റ് കൊള്ളയെയും നേരിടാൻ വെറുമൊരു നല്ല കുട്ടി ചവഞ്ഞിട്ട് കാര്യമില്ല. പോരാളികളെ മാറ്റി നിർത്തിക്കൊണ്ട് സങ്കുചിതമായ നിലപാടുകൾ എടുത്താൽ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാകില്ല. പകരം തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെയും അവകാശങ്ങൾ മുൻനിർത്തിയുള്ള ശക്തമായ പ്രതിരോധമാണ് ഇവിടെ വേണ്ടത്. ഫാസിസത്തോട് മൃദു സമീപനം കാണിക്കുകയും യഥാർത്ഥ ജനകീയ പ്രതിരോധം ഉയർത്തുന്ന ഇടതുപക്ഷത്തോട് അകലം പാലിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി മോദിയെ ആലിംഗനം ചെയ്യുകയും ഫാറൂഖ് അബ്ദുള്ള പിണറായി വിജയനെ ആലിംഗനം ചെയ്യുകയും ചെയ്യും. നമ്മൾ ആരെയാണ് കൂട്ടുപിടിക്കുന്നത് എന്നതാണ് നമ്മുടെ യഥാർത്ഥ രാഷ്ട്രീയം. ചരിത്രം പഠിപ്പിക്കുന്ന പാഠങ്ങൾ മറന്ന് രാഷ്ട്രീയ എതിരാളികൾ ആരെന്നും മിത്രങ്ങൾ ആരെന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ ഇരട്ടത്താപ്പുകൾ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും.